രണ്ടാം ദിനമാണ് ഇന്ന് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ. ആ സ്കൂൾ കലോത്സവത്തിൻ്റെ രണ്ടാം ദിനം നമ്മൾക്ക് വേണ്ടി കളറാക്കാനായി നമ്മുടെ സ്റ്റുഡിയോയിൽ 2 ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് എന്ന് ഞാൻ ഇൻട്രോ പറഞ്ഞ് വഷളാക്കുന്നില്ല. മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സുല്ലേട്ടാ, ഗുഡ് മോർണിംഗ്. ദാ മൈക്ക്. തൃശ്ശൂർ ആകെ മൊത്തം കാത്തിരിക്കുകയായിരുന്നു ഒരു കലോത്സവത്തിനായി. കാരണം നിരവധി കാഴ്ചകൾ നിരന്തരം കാണുന്ന ആളുകളാണ് തൃശ്ശൂരുകാർ. അത് പൂരമാകട്ടെ, ആനയൂട്ടാകട്ടെ, പുലികളി ആകട്ടെ, അങ്ങനെ നിരന്തരം തൃശ്ശൂരിന് മാത്രം അവകാശപ്പെടാനായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അതിനിടയിലേക്കാണ് ഈ കലാവസന്തം, പൂക്കളുടെ പേരിട്ട പല വേദികളിലായി കലാമത്സരങ്ങൾ പുരോഗമിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. സുല്ലേട്ട, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ കലോത്സവ കാഴ്ചകൾ? ഇന്നലെ അതിഗംഭീരമായ രീതിയിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 2 ദേവസ്വങ്ങൾ തമ്മിലുള്ള മത്സരത്തോടു കൂടി നടത്തുന്ന പൂരത്തിൻ്റെ ആഘോഷ പരിപാടികളാണ്. അത് മേളത്തിലാണെങ്കിലും കുടമാറ്റത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയാണല്ലോ ആബാലവൃദ്ധം ജനങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആബാലവൃദ്ധം എന്ന് പറയേണ്ടതാണ് ഇപ്പോൾ നന്ദകിഷോർ പറഞ്ഞിരിക്കുന്നത്. ആജൻസി എന്താണ് വൃദ്ധം എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ ജൻസി അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് ഈ തൃശ്ശൂർ പൂരം കാണാനാണ്. അപ്പം അതിൽ 2 സെറ്റ്, അതായത് 2 ദേശക്കാർ, തിരുവമ്പാടി പാറമക്കാവ് ദേശത്തിലെ മേളപ്രമാണിമാരായിട്ടുള്ള അനിയന്മാരും അതുപോലെ ചെറുശ്ശേരി കുട്ടന്മാരും ഒന്നിച്ച് തൃശ്ശൂരിൽ ഞങ്ങൾ ഇന്നലെ അണിനിരന്നത് ഞങ്ങളൊരു സന്ദേശം കൊടുത്തതാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ഈ തൃശ്ശൂർ പൂരത്തിന് ഈ 64ാം യുവജനോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് എന്നുള്ള സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യാതൊരു രാഷ്ട്രീയ ഭേദവുമില്ലാതെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി ഇവിടെ വരുന്ന 10,000-കണക്കായിട്ടുള്ള പുതിയ തലമുറയിലെ കലാകാരികളെയും കലാകാരന്മാരെയും അവർക്ക് അവരുടെ കലാവൈഭവങ്ങൾ മാറ്റുരയ്ക്കാനും ആർത്തുല്ലസിക്കാനും കഴിയുന്ന വിധത്തിൽ വളരെ കംഫർട്ടബിളായിട്ടുള്ള സന്തോഷിക്കാൻ കഴിയുന്ന രീതിയിലാണ് എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ തൃശ്ശൂരിലെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, ഈ തേക്കിൻകാട് മൈതാനം പോലെയുള്ള മനോഹരമായിട്ടുള്ള ഒരു സെൻറ്റർ, ഒരു ഹൃദയഭാഗത്ത് ഇത്രയും വലിയൊരു ഏരിയ നമുക്ക് ലോകത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ ഞങ്ങൾ അണിനിരത്താൻ കഴിയുന്ന തരത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 2018 നടന്നപ്പോൾ ഞാനിതിൻ്റെ ചെയർമാനായിരുന്നു. ഇത്തവണ അന്ന് രവീന്ദ്രൻ മാഷായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോൾ അതുപോലെ തന്നെ എനിക്ക് അടുപ്പമുള്ള, ചിലപ്പോൾ ഒരുപക്ഷെ ശിവൻകുട്ടി അണ്ണനായിട്ടുള്ള അടുപ്പെന്ന് പറഞ്ഞൊരു വലിയൊരു അടുപ്പാണ്. കുറെ വർഷത്തെ അടുപ്പാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതലുള്ള അടുപ്പാണ്. രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നടന്നുള്ള വിദ്യാർത്ഥി സമരങ്ങളിൽ അദ്ദേഹം വന്ന വിദ്യാർത്ഥിയല്ല, പക്ഷേ ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു വലിയൊരു പോരാളി ഞങ്ങളുടെ വലിയൊരു പിൻബലായിരുന്നു. ആ ശിവൻകുട്ടിയേട്ടൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഞാൻ അദ്ദേഹത്തിനൊപ്പം 2016 VS-ന്റെ മന്ത്രിസഭയിൽ ശേഷം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ആ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെയും ബന്ധമുണ്ട്. അപ്പോൾ ശിവൻകുട്ടിയേട്ടൻ എല്ലാ ദിവസവും കൂടി ഉണ്ട്. ഇവിടെ നടന്ന് രാജൻ, അപ്പോൾ അവരെല്ലാം കൂടി ഇത് ഗംഭീരാക്കാൻ വേണ്ടിയിട്ട് ശ്രമത്തിലാണ്. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവരെ സഹായിക്കണ്ടേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവരെ സഹായിച്ച് ഈ തൃശ്ശൂരിലെ ഈ പരിപാടി ഈ 64 ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഓർമ്മ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, തൃശ്ശൂർ പൂരം പ്രേമികളോട്, പ്രത്യേകിച്ച് തൃശ്ശൂരുകാരോട് പൂരത്തിൽ ഏതാണ് വിശേഷം, അല്ലെങ്കിൽ ഏതാണ് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം, കാണാൻ ഇഷ്ടം ഏതാണെന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് സ്കൂൾ കലോത്സവത്തിലെ മത്സരങ്ങൾ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഏത് മത്സരം കാണാനാണ് ഇഷ്ടം? ഇന്ന് നാടകം അരങ്ങേറാൻ പോകുന്നുണ്ട്, ഇന്നലെ ഒപ്പന ഉണ്ടായിരുന്നു, സംഘനൃത്തം ഉണ്ടായിരുന്നു. പേഴ്സണലി, വ്യക്തിപരമായിട്ട് ഏത് കാണാനാണ് കൂടുതൽ ഇഷ്ടം? ഞാനിപ്പോൾ കൂടുതൽ കാണാൻ ഇഷ്ടം സാധാരണ എനിക്ക് നാടകം തന്നെയാണല്ലോ. കാരണം നാടകം പക്ഷെ കാണാൻ പറ്റും തോന്നില്ല, കാരണം എനിക്ക് ഇന്ന് നിൽക്കാൻ പൂർണ്ണമായിട്ട് പറ്റില്ല. അതുപോലെ നാടോടി നൃത്തം ഉണ്ടല്ലോ, ഗ്രൂപ്പ് ഡാൻസ്, അത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അത് ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ പോലെ ഒരു ഭംഗി നമുക്കൊരിക്കലും, കാരണം കുട്ടികൾ പെർഫെക്റ്റ് ആയിട്ടാണ് അത് പെർഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ പരിപാടികളും അതിൻ്റെ പരിപൂർണതയിലാക്കാൻ വേണ്ടി ഇങ്ങനെ അത്യധ്വാനം ചെയ്തിട്ടാണ് കുട്ടികൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ വരുന്നത്. നമ്മുടെ ജില്ലാ കലോത്സവങ്ങൾ, ഉപജില്ലാ കലോത്സവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡാണ്. അവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാലേ അതായത് 24 ക്യാരറ്റ് ആയിരിക്കും ഈ വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല്. അപ്പൊ അവരുടെ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം എന്ന് പറഞ്ഞാലും സ്ഥാനം കിട്ടാത്ത ആൾക്കാർ പോലും
പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസത്തിനൊക്കെ ആയിരിക്കും അവർ. അപ്പോൾ അവരുടെയൊക്കെ ഒരു പെർഫോമൻസ് കാണാൻ ചിലപ്പോൾ നമുക്ക് തോന്നും നിങ്ങൾ നന്നായി കളിച്ചത് അവരല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ പല കാരണങ്ങളുണ്ടാവുമല്ലോ. അതെ. അപ്പോൾ തർക്കങ്ങളില്ലാതെ നടന്നു പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതപ്പോൾ എനിക്കിഷ്ടം ഇത്രയും ഗ്രൂപ്പ് ഡാൻസ് അതുപോലുള്ള അങ്ങനെയുള്ള പെർഫോമൻസും കൂടി കാണാൻ വലിയ താല്പര്യമാണ്. അത്രയും കാണാൻ രസമാണ് അത് കാണാൻ വേണ്ടി. കുട്ടികളുടെ ആ ഒരു പെർഫോമൻസ് അതുപോലെ നല്ല നാടകങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ ചാക്യാർ കൂത്തിലൊക്കെ വിമർശനങ്ങളാണല്ലോ കുട്ടികൾ. അപ്പോൾ ഒരു കാര്യം, ഇവിടുത്തെ ഗവൺമെൻറ്റിനെയും വിമർശിക്കുകയാണ്. അതാണ് ഈ ഗവൺമെൻറ് തന്നെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ഗവൺമെന്റിനെ നിശ്ചിതമായി വിമർശിക്കാൻ കഴിയുമ്പോൾ സൗന്ദര്യമാണ് അത്. പല സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ്. അപ്പൊ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഭരണാധികാരിയെ ഒന്ന് നോക്കിയാൽ പോലും പ്രശ്നമാകുന്ന കാലത്ത് കേരളത്തിലെ കലോത്സവത്തിൽ നിങ്ങൾ കാണുന്നത് ഏതൊരു നിശ്ചിത വിമർശനത്തെയും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു സൗന്ദര്യമാണ്. അത് നമുക്കൊരു വലിയൊരു വൈബ് ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ജെൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും തൃശ്ശൂർ നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളത് കലക്കും. കളറാവട്ടെ. കളറാവും.